കടയിൽ പോയിട്ട് പരസ്യത്തിലൊക്കെ കാണുന്ന ഏതെങ്കിലും സാനിറ്ററി പാഡ് വാങ്ങി ചൊറിച്ചിലും ഇൻഫെക്ഷനും ഒക്കെ ആയിട്ട് നടക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കടയിൽ പോയി സാനിറ്ററി പാഡ്സ് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്പർ 1, മെറ്റീരിയൽ. മാർക്കറ്റിൽ പ്ലാസ്റ്റിക് പാഡ്സും കോട്ടൺ പാഡ്സും അവൈലബിൾ ആണ്. ഡ്രൈ ഫീൽ കിട്ടാൻ വേണ്ടി പ്ലാസ്റ്റിക് പാഡ്സ് സ്ഥിരമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇച്ചിങ്ങും റാഷസും ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തിരഞ്ഞെടുക്കുമ്പോൾ 100% കോട്ടൺ പാഡ്സ് മാത്രം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. മാത്രമല്ല, പ്ലാസ്റ്റിക് പാഡ്സ് ബയോഡിഗ്രേഡബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളത് പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. രണ്ടാമത്തെ പോയിന്റ്, മാച്ച് ദ പാഡ് ടു യുവർ ഫ്ലോ. എല്ലാവർക്കും ബ്ലീഡിംഗ് ഒരേ അളവിലായിരിക്കില്ല. ലൈറ്റ് ഫ്ലോ ഉള്ളവർ റെഗുലർ കോട്ടൺ പാഡ്സും, ഹെവി ഫ്ലോ ഉള്ളവർ നീളം കൂടിയ അബ്സോർപ്ഷൻ കപ്പാസിറ്റി കൂടുതലുള്ള ഹെവി ഫ്ലോ പാഡ്സ് അല്ലെങ്കിൽ ഓവർനൈറ്റ് പാഡ്സ് തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എത്ര വലിയ അബ്സോർപ്ഷൻ കപ്പാസിറ്റി ഉള്ള പാഡ് ആണെങ്കിലും എവറി 4 to 6 hours നമ്മൾ പാഡ് ചേഞ്ച് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അവിടെ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഓർഗാനിക് ബയോഡിഗ്രേഡബിൾ കോട്ടൺ പാഡ്സ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ബ്രാൻഡ്സ് ഏതാണെന്ന് അറിയണമെങ്കിൽ പാഡ് എന്ന് കമൻറ്റ് ചെയ്യൂ. ഞാൻ നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് അയച്ചു തരാം.